ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് മാർക്കോ എന്ന മൂവിയാണ്. വീഡിയോയിലേക്ക് എടുക്കുന്നതിന് എല്ലാവരും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. മാത്രമല്ല ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു ഫൈറ്റിംഗ് ക്ലബ്ബാണ്. ബെറ്റ് വെച്ച് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് യുവാക്കൾ. ഒരാളുടെ പേര് വസീം എന്നും മറ്റേയാളുടെ പേര് വിക്ടർ എന്നുമാണ്. വിക്ടറിന് കാഴ്ചയില്ല, എന്നാൽ അവനൊരു പെർഫ്യൂം മേക്കർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ബോഡി സ്മെല്ല് വെച്ചിട്ട് അവരെ തിരിച്ചറിയാൻ അവന് നന്നായിട്ട് കഴിയും. പുറത്തേക്കിറങ്ങിയ വസീമിനെ അവന്റെ സഹോദരനായ താരിഖ് വിളിക്കുന്നു. രണ്ടുപേർക്കും വലിയ ബിസിനസ് ഉണ്ട്. എന്നാൽ ആ ബിസിനസിന്റെ മറവിൽ ഇപ്പോൾ ഡ്രഗ്സ് കൂടി വിൽക്കാനായിരുന്നു താരിഖിന്റെ പ്ലാൻ. അതിനെ വസീം എതിർക്കുന്നു. ഞാൻ അതിന് ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് അവൻ പറയുന്നുണ്ട്. വസീമിന്റെയും കൂടെ പേരുള്ള കമ്പനി ആയതുകൊണ്ട് തന്നെ അവന്റെ സമ്മതം ഇല്ലാതെ താരിഖിന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നടന്നു പോകുന്നതിനിടയ്ക്ക് വസീമിനെ ആരൊക്കെ വന്ന് ആക്രമിക്കുന്നു. ആ ആക്രമിക്കാൻ വന്ന ആളുടെ സ്മെല്ല് വിക്ടറിന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അയാൾ വന്ന വണ്ടിയും അവൻ തൊട്ടു നോക്കുന്നു. അവന്റെ മുന്നിലായിട്ട് ആ വില്ലൻ വന്ന് നിൽക്കുമ്പോൾ അവന്റെ ഫേസിലും വിക്ടർ തൊട്ടു നോക്കുന്നുണ്ട്. എന്നാൽ ആ വില്ലൻ വിക്ടറിനെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ആ വില്ലന്റെ പേര് റസൽ എന്നായിരുന്നു. പിറ്റേന്ന് ഈ കേസ് അന്വേഷിക്കാൻ വന്ന പോലീസുകാരനായ സത്യയോട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വിക്ടർ പറയുന്നുണ്ട്. അയാളുടെ ഹൈറ്റ് എത്രയാണ്, അയാൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂം ഏതാണ്, അയാൾ വന്ന വണ്ടി ഏതാണ് എന്നൊക്കെ. അവർ നടന്നു വന്ന രീതി വെച്ചിട്ട് അവരൊരു ടെൻഷനും ഇല്ലാതെയാണ് നടന്നു വന്നിരിക്കുന്നത്. അതിനർത്ഥം അവർക്ക് ഈ മർഡർ ചെയ്യുന്നത് വലിയ കാര്യമൊന്നുമല്ല, സ്ഥിരം ചെയ്യുന്ന പരിപാടി തന്നെയാണ്. അവരുടെ വണ്ടി ഡിഫൻഡർ ആണ്. എന്റെ ഇച്ഛായനും അതുപോലൊരു വണ്ടി ഉള്ളത് കൊണ്ട് തന്നെ എനിക്കിത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. വസീമിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ സത്യ താരിഖിനോട് വന്ന് സംസാരിക്കുന്നു. തന്റെ ബ്രദറിന് താൻ അറിയാതെ ഒരുപാട് കൂട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നുവെന്നും ബെറ്റിംഗ് ഓൺലൈൻ ഗെയിമുകളും ഒക്കെ കളിച്ചിട്ട് ഒരുപാട് കാശ് അവൻ കളഞ്ഞിട്ടുണ്ടെന്നും അയാൾ പറയുന്നു. ലാസ്റ്റ് കോളിൽ അവൻ സംസാരിച്ചത് കാശിനെ പറ്റി തന്നെയായിരുന്നു. പിന്നീട് കാണിക്കുന്നത് വസീമിന്റെ മരണാനന്തര ചടങ്ങുകളായിരുന്നു. ആ ചടങ്ങിലേക്ക് വസീമിനെ കൊന്ന റസൽ എന്ന് പറയുന്ന വില്ലനും വരുന്നുണ്ട്. അയാൾ വന്ന് താരിഖിനെ ഹഗ് ചെയ്യുന്നു. എന്നാൽ അയാൾ അവിടേക്ക് കയറി വരുന്ന സമയത്ത് വിക്ടർ അവിടെ ഉണ്ടായിരുന്നു. അയാളുടെ പെർഫ്യൂമിന്റെ സ്മെല്ലിൽ നിന്നും വിക്ടറിന് മനസ്സിലായി അത് വസീമിനെ കൊന്ന ആള് തന്നെയാണെന്ന്. പുറത്തേക്കിറങ്ങി അവൻ ആ വണ്ടി കണ്ടുപിടിച്ചിട്ട് അത് ഡിഫൻഡർ തന്നെയാണെന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ട് അത് തന്നെയായിരുന്നു. വസീമിനെ കൊന്നയാളും താരിഖും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് അവന് മനസ്സിലായി. വസീമിന്റെ കൊലയ്ക്ക് പിന്നിൽ താരിഖ് തന്നെയാണെന്ന് അവൻ ഉറപ്പിക്കുകയും ചെയ്തു. അവൻ ആകെ പേടിച്ചിട്ട് നേരെ തന്റെ ഗേൾഫ്രണ്ടായ ജിഷയെ വിളിക്കുന്നുണ്ട്. എനിക്ക് നിന്നെ പെട്ടെന്ന് കാണണം, അർജന്റായിട്ടൊരു കാര്യം പറയണമെന്ന് പറയുന്നു. എന്നാൽ അവർ തമ്മിൽ കണ്ടുമുട്ടുന്നതിന് മുൻപ് തന്നെ വിക്ടറിനെ റസൽ തട്ടിക്കൊണ്ടു പോവുകയാണ്. ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയി. താരിഖ് റസലിനെ വിളിക്കുന്നുണ്ട്. താരിഖ് റസലും കൂടി ചേർന്നിട്ടാണ് വസീമിനെ കൊന്നത്. വിക്ടറിനെ അതുപോലെ കൊന്നുകളഞ്ഞില്ലെങ്കിൽ അവൻ എല്ലാവരോടും സത്യങ്ങൾ വിളിച്ചു പറയും. അവിടെ ഉണ്ടായിരുന്ന ആസിഡിലേക്ക് വിക്ടറിനെ എടുത്തെറിഞ്ഞ് അതിക്രൂരമായിട്ടാണ് അവർ അവനെ കൊല്ലുന്നത്. അതിനിടയിൽ കുറച്ച് ആസിഡ് തെറിച്ച് റസലിന്റെ കയ്യിലും വീഴുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ റസലിന്റെ അച്ഛനായ ടോണിയാണ്. അയാൾ വലിയൊരു ഗാങ്സ്റ്റർ ആയിരുന്നു. സ്വർണ്ണക്കളക്കടത്തായിരുന്നു ഇവരുടെ മെയിൻ പണി. ടോണി റസലിനോട് പറയുന്നുണ്ട്, ഇത്തവണ നീ വസീമിനെ കൊന്നത് ഒരു അന്ധനായ വിക്ടറാണ് കണ്ടുപിടിച്ചത്. ഇനി ഇതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ല. നിന്റെ സഹോദരൻ സൈറസ് ആണ് ഇതുപോലെ ഭ്രാന്തമായ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെയൊന്നും നീ ആകാൻ പാടില്ല. എല്ലാം കെയർഫുൾ ആയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ആസിഡിലിട്ട് കൊന്ന വിക്ടറിന്റെ ബോഡി ആർക്കും തന്നെ കിട്ടാൻ പാടില്ല എന്ന് അയാൾ തന്റെ ആളായ ദേവരാജനോടും പറയുന്നു. അവർ ആ ബോഡി ആകട്ടൊരു നദിയിലേക്കാണ് ഒഴുക്കി വിടുന്നത്. എന്നാൽ അതൊരിടത്ത് അടിയുകയും ആൾക്കാർ കണ്ടെത്തുകയും ചെയ്യുന്നു. ആ ബോഡിയിൽ നിന്നും അവരതിന്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയും അതിൽ നിന്ന് കിട്ടിയ സാധനങ്ങളെല്ലാം വേർതിരിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയത്ത് വിക്ടറിന്റെ ഗേൾഫ്രണ്ട് ഇഷയാകട്ടെ അവനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പരാതിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആള് വീട്ടിലെത്തിയിട്ടുമില്ല, താൻ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല എന്ന് പറയുന്നു. മാത്രമല്ല അവൻ ബ്ലൈൻഡ് ആണ്, അതിന്റെ കൂടെ നല്ല സ്മാർട്ടും ആണെന്ന് പറയുന്നു. അതോടുകൂടി പോലീസുകാർക്ക് നല്ല രീതിയിൽ ഡൗട്ട് തോന്നാൻ തുടങ്ങി. കാരണം ഈ പെൺകുട്ടി ഇപ്പോൾ മിസ്സിംഗ് കേസ് കൊടുക്കാൻ വന്നിരിക്കുന്നത് വസീം കേസിലെ ദൃക്സാക്ഷിയായ വിക്ടറിനെ പറ്റി തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആ ഡെഡ് ബോഡിയും വിക്ടറിന്റേത് തന്നെയായിരിക്കാം. അങ്ങനെ അവർ കൂടുതൽ അന്വേഷിച്ച് അത് ഉറപ്പുവരുത്തുകയും ചെയ്തു. വിക്ടറിന്റെ മരണവാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സഹോദരൻ ജോർജ് വെറുതെ ഇരിക്കില്ല എന്ന് പോലീസുകാർ പറയുന്നു. മാത്രമല്ല ജോർജിന് മറ്റൊരു സഹോദരൻ കൂടിയുണ്ട്. ജോർജിന്റെ അച്ഛൻ എടുത്തു വളർത്തിയ മാർക്കോ എന്ന ആള്. അയാളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. അടുത്ത സീനിൽ കാണിക്കുന്നത് ജോർജിനെയാണ്. തന്റെ സഹോദരൻ വിക്ടർ മരിച്ചതിൽ അതിയായ ദുഃഖത്തിലായിരുന്നു ജോർജ്. മാർക്കോയെ ഈ കാര്യങ്ങൾ അറിയിക്കേണ്ടെന്ന് ചോദിക്കുമ്പോൾ ജോർജ് പറയുന്നുണ്ട്, തൽക്കാലം ഇപ്പൊ അവനോട് ഒന്നും തന്നെ പറയണ്ട, അടക്കമെല്ലാം കഴിഞ്ഞിട്ട് മാത്രം അവനോട് കാര്യങ്ങൾ അറിയിച്ചാൽ മതിയെന്ന്. അവൻ വേറെന്തോ വിഷയവുമായിട്ട് പുറത്തെവിടെയോ ആയിരുന്നു. ആ സമയത്ത് ആ കുടുംബത്തിലെ കുട്ടികളെല്ലാം തന്നെ മാർക്കോയെ പറ്റി സംസാരിക്കുന്നു. നമ്മുടെ കുടുംബത്തിന് എന്താപത്ത് വന്നാലും മുന്നിൽ നിന്ന് നമ്മളെല്ലാം രക്ഷിക്കുന്നത് മാർക്കോയായിരിക്കും. പിന്നീട് കഥ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. കുറെ നാളുകൾക്ക് മുമ്പ് ജോർജിന്റെ ഒരു എതിരാളിയാകട്ടെ ജോർജിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. നിന്റെ സഹോദരനെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തു എന്നും പറയുന്ന കാശ് തന്നില്ലെങ്കിൽ അവനെ വിട്ടയക്കില്ല, കൊന്നുകളയുമെന്നും. ഇത് കേട്ട് പേടിച്ച് ജോർജ് ആകട്ടെ ഓടിപ്പോയി നോക്കുമ്പോൾ വിക്ടർ വീട്ടിൽ തന്നെയുണ്ട്. അത് കണ്ടപ്പോൾ ജോർജിന് സമാധാനമായി. കാരണം അവർ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നത് മാർക്കോയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഗുണ്ടകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അയാൾ വളരെ റിലാക്സ് ആയിട്ടിരിക്കുകയായിരുന്നു. ആ ഗുണ്ടകളാകട്ടെ മാർക്കോയെ കടിക്കാൻ വേണ്ടിയിട്ട് കുറെ നായ്ക്കളെ അയക്കുന്നു. ആ നായകളെ എല്ലാം തന്നെ അതിക്രൂരമായിട്ട് മാർക്കോ കൊന്നൊടുക്കി. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാ റൌഡീസിനെയും തന്നെ അടിച്ചൊതുക്കുകയും ചെയ്തു. ആ സംഭവം കഴിഞ്ഞ് കുറച്ചു ദിവസത്തിന് ശേഷം ജോർജിന്റെ സഹോദരി നാൻസിയും അവിടേക്ക് വരുന്നു. ജോർജും നാൻസിയും വിക്ടറും സഹോദരങ്ങളായിരുന്നു. മാർക്കോയെ ഇവരുടെ അപ്പച്ചൻ ദത്തെടുത്ത് വളർത്തിയതാണ്. സ്വത്ത് ഭാഗം വെക്കുന്ന കാര്യത്തെപ്പറ്റി നാൻസി സംസാരിക്കുമ്പോൾ ജോർജ് പറയുന്നുണ്ട് 4 ആയിട്ട് ഭാഗിക്കണമെന്ന്. എന്നാൽ നാൻസി പറയുന്നു മാർക്കോയ്ക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, അവൻ നമ്മുടെ സഹോദരനല്ല, 3 ആയിട്ട് ഭാഗിച്ചാൽ മതിയെന്ന്. എന്നാൽ ജോർജിനും വിക്ടറിനും അത് സമ്മതമല്ലായിരുന്നു. തനിക്ക്
സ്വത്തിനേക്കാളും വലുത് മാർക്കോ ആണെന്നാണ് വിക്ടർ പറയുന്നത്. കൂട്ടത്തിൽ നാൻസിക്ക് മാത്രമാണ് മാർക്കോയെ ഇഷ്ടമല്ലാത്തത്. മാർക്കോ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുന്നിടത്തേക്ക് ജോർജ് വന്നിട്ട് പറയുന്നുണ്ട്, നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് സിഗരറ്റ് വലിക്കരുതെന്ന്. ജോർജിന് തന്റെ രണ്ടനിയന്മാരെയും വളരെയധികം ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ജോർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കോയ്ക്കും ജീവനായിരുന്നു. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. വിക്ടറിന്റെ മരണശേഷം പള്ളിയിൽ നടക്കുന്ന പ്രാർത്ഥനയിലേക്ക് ടോണി ഉൾപ്പെടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് മാർക്കോ വിവരം അറിഞ്ഞിട്ട് അവിടേക്ക് വരുന്നത്. തന്റെ സഹോദരനെ കൊന്ന എല്ലാവരെയും താൻ ചോര കൊണ്ട് കുളിപ്പിക്കുമെന്ന് അവൻ വെല്ലുവിളിക്കുന്നു. എന്നാൽ വീട്ടിലെത്തി കഴിയുമ്പോൾ ജോർജ് മാർക്കോയോട് പറയുന്നുണ്ട്, നീ ചെയ്യാൻ പോകുന്നതൊക്കെ തെറ്റാണെന്ന്. എന്റെ വഴിയെ നീയും വരാൻ പാടില്ല. വിക്ടറിനെ പോലെ എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യ. നിന്നെ ഈ കുടുംബത്തിന് ആവശ്യമുണ്ട്. വിക്ടറിന് വേണ്ടിയിട്ട് പകരം ചോദിക്കാൻ ഞാനുണ്ട് ഇവിടെ. അതുകൊണ്ട് നീ ഈ കാര്യത്തിലൊന്നും തന്നെ ഇടപെടണ്ട. ജോർജ് അങ്ങനെ പറഞ്ഞെങ്കിലും മാർക്കോ അതൊന്നും തന്നെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. തന്റെ സുഹൃത്ത് അൻവറിനോട് പറയുന്നുണ്ട്, ഒരു അന്ത്യചുംബനം നൽകാനെങ്കിലും വിക്ടറിന്റെ മുഖം അവർ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനിതിന് ഇറങ്ങിത്തിരിക്കില്ലായിരുന്നുവെന്ന്. പിന്നീട് ജോർജ് തന്റെ ബിസിനസ് പാർട്ട്നേഴ്സിനെ എല്ലാം തന്നെ വിളിച്ചിരുത്തി സംസാരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ താരിഖ് വന്നിട്ടില്ല അല്ലേ എന്ന് അയാൾ ചോദിക്കുന്നു. ടോണി ജോർജിന്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് അയാളോട് പറയുന്നുണ്ട്, കണ്ണു കാണാത്തൊരു പയ്യനെ അത് ക്രൂരമായിട്ട് ഇങ്ങനെ കൊല്ലാൻ വേണ്ടിയുള്ള പക ഇവിടെ ആർക്കും തന്നെയില്ല. പുറത്തുനിന്ന് ആരോ വന്നിട്ട് ചെയ്തതാണ്. ഇതൊരു വിധിയായിട്ട് നമുക്ക് കണക്കുകൂട്ടാം. നീ അതെല്ലാം മറന്നിട്ട് നമ്മുടെ ബാക്കി ബിസിനസ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കണം. എന്നിട്ട് ടോണി ജോർജിന് തന്റെ മകൻ റസലിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. സ്റ്റേറ്റ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന അവൻ ഇപ്പോഴാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. അവന് ഞാൻ കൊടുക്കുന്ന ആദ്യത്തെ അസൈൻമെന്റ് വിക്ടറിന്റെ കൊലയാളിയെ കണ്ടെത്തുക എന്നതാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം അവൻ നോക്കിക്കൊള്ളും. താൻ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട എന്നും ടോണി ജോർജിനോട് പറയുന്നു. അതേസമയം പോലീസുകാര് വിക്ടറിന്റെയും വസീമിന്റെയും മർഡർ കേസ് അന്വേഷിച്ച് ഒരു ഫാക്ടറിയിൽ എത്തുന്നു. വിക്ടറും വസീമും അവിടെ വന്ന് ബെറ്റൊക്കെ വെക്കാറുണ്ട്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന മൻസൂർ എന്ന് പറയുന്ന ആള് പറയുന്നുണ്ട്, CCTV ഫുട്ടേജ് ഒന്നും തന്നെ ഇല്ല, എല്ലാം ഡിലീറ്റ് ആയി പോയി എന്ന്. പോലീസുകാർക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നാൻ തുടങ്ങി. ഇവിടെ ടോണി താരിഖിനോടും ദേവരാജിനോടും റസലിനോടും പറയുന്നുണ്ട്, മാർക്കോ വിക്ടറിന്റെ കൊലയാളിയെ അന്വേഷിച്ച് നടപ്പാണ്. അതുകൊണ്ട് അവന്റെ മുന്നിൽ വീഴുന്ന ഓരോ വാക്കിനും ശ്രദ്ധ വേണം. ഒരു കാരണവശാലും നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ വെച്ചിട്ട് അവൻ നമ്മളെ തേടി എത്താൻ പാടില്ല. മാർക്കോ ഓരോരുത്തരെയായിട്ട് പോയി കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മാർക്കോയുടെ ഓരോ നീക്കങ്ങളും അറിയാൻ വേണ്ടിയിട്ട് അവനെ സഹായിക്കാനെന്ന വേചന റസലും ദേവരാജും കൂടെ കൂടി. പോലീസുകാരൻ സത്യയോട് സംസാരിക്കുന്നതിൽ നിന്നും വിക്ടറിന്റെയും വസീമിന്റെ മരണങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആണെന്നും വസീമിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന വിക്ടർ ആകട്ടെ പോലീസിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെന്നും പറയുന്നു. മാർക്കോ പിന്നീട് താരിഖിനെ കാണാനും പോകുന്നുണ്ട്. താരിഖ് പറയുന്നുണ്ട്, താനും തന്റെ അനിയൻ വസീമും തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ നല്ല സ്നേഹത്തിലായിരുന്നുവെന്ന്. ചിലപ്പോൾ വിക്ടറിനെ കൊന്നതും മറ്റും ആള് മാറി എങ്ങാണ് സംഭവിച്ചതായിരിക്കാം. വസീമിനെ ആള് മാറിയായിരിക്കാം കൊന്നത്, എന്നാൽ വിക്ടറിനെ അങ്ങനെ ആയിരിക്കില്ല എന്നാണ് മാർക്കോ പറയുന്നത്. വസീമിന്റെ വിക്ടറിന്റെ മരണങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അവരെ കൊന്നവരെ ഞാൻ നിന്റെ മുന്നിൽ എത്തിക്കുമെന്നും താരിഖിനോട് പറയുന്നു. അടുത്തതായിട്ട് മാർക്കോ പോകുന്നത് വസീമും വിക്ടറും ബെറ്റിംഗ് വെക്കാൻ വരുന്ന ആ ഒരു ഫാക്ടറിയിലേക്കായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളോട് അവരുടെ മരണത്തെപ്പറ്റി ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, നീ എന്നെ അടിച്ചു തോൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാമെന്ന്. അങ്ങനെ പിന്നീട് മാർക്കോയും തമ്മിൽ വലിയൊരു ഫൈറ്റാണ് നടക്കുന്നത്. മാർക്കോ അയാളെ തോൽപ്പിച്ചു കഴിയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇവിടെ നിന്നും ആ CCTV ദൃശ്യങ്ങൾ കൊണ്ടുപോയത് മുടി ഒരു വശത്തേക്ക് ചെയ്യുകയും താടിയും മീശയൊന്നും ഇല്ലാത്ത ആളാണെന്ന്. അയാളെ കണ്ടാൽ തനിക്ക് തിരിച്ചറിയുമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇയാളോട് നേരത്തെ തന്നെ റസൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കോ ഇവിടെ അന്വേഷിച്ചു വരുമ്പോൾ മാർക്കോയോട് ഇങ്ങനെ ഒരു രൂപം മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന്. ഒരു കാരണവശാലും തങ്ങളെ ഒറ്റിക്കൊടുക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് റസൽ പറഞ്ഞ പ്രകാരമാണ് മാർക്കോയോട് ഇയാൾ കള്ളം പറയുന്നത്. ഇവരുടെ തന്നെ ബിസിനസ് പാർട്ട്നേഴ്സായ മറ്റൊരു വ്യക്തിയായിരുന്നു ഇവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത്. മാർക്കോയ്ക്ക് അയാളുടെ മേൽ സംശയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ തങ്ങളുടെ നേരെ വരില്ല എന്ന് അവർ വിശ്വസിച്ചു. ഇതിനിടെ ടോണിയും ഗ്യാങ്ങും ആകട്ടെ മറ്റൊരു കളി കൂടി കളിക്കുന്നുണ്ട്. ജോർജിന്റെ ഉൾപ്പെടെ 4 ആൾക്കാരുടെ സ്വർണം കടൽ മാർഗം വരുന്നുണ്ടായിരുന്നു. 30 വെച്ചിട്ട് ഓരോ ആൾക്കാരുടെയാണ്. മൊത്തം 120 കിലോ സ്വർണമാണ് വരുന്നത്. എന്നാൽ അതിൽ 30 കിലോ സ്വർണം മാത്രം കസ്റ്റംസ് ഓഫീസറിനെ കൊണ്ട് പിടിപ്പിച്ചിട്ട് ബാക്കി 90 കിലോ സ്വർണം ടോണിക്കെടുക്കാനായിരുന്നു പ്ലാൻ. എന്നിട്ട് കൂട്ടത്തിലുള്ള ഓരോ പാർട്ട്നേഴ്സിനോടും പറയും, പിടിച്ച 30 കിലോ നിങ്ങളുടേതായിരുന്നുവെന്ന്. അതിനവര് കസ്റ്റംസ് ഓഫീസറിനെയും ചട്ടം കെട്ടുന്നുണ്ട്. എന്നാൽ ഈ സംഭവം അറിഞ്ഞ ജോർജിന് എന്തൊക്കെയോ ഡൗട്ട് തോന്നാൻ തുടങ്ങി. നമ്മുടെ എല്ലാവരുടെയും സ്വർണം ഒരു ദിവസം തന്നെ പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരോ ഒറ്റിയതാണെന്നാണ് ജോർജ് പറയുന്നത്. എനിക്ക് നിമിഷ നേരം മതി അതാരാണെന്ന് കണ്ടുപിടിക്കാൻ. ഇത് കേട്ടതോടുകൂടി ടോണി വീണ്ടും ടെൻഷനിലായി. ജോർജ് ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തങ്ങളെ വെച്ചേക്കില്ല എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാണ്. അത് കാരണം ജോർജിനെ തട്ടാനായിരുന്നു ദേവരാജന്റെ പ്ലാൻ. അയാൾ അവിടെ നിന്നും പോകാൻ നേരം അയാളുടെ കൂടെ വണ്ടിയിലേക്ക് കയറി ഇരുന്നിട്ട് ദേവരാജ് പറയുന്നുണ്ട്, ആ സ്വർണ്ണം ഒറ്റിക്കൊടുത്തത് ഞാനാണെന്ന്. എന്നിട്ട് അടുത്ത നിമിഷം തന്നെ അയാൾ ജോർജിന്റെ വയറ്റിലേക്ക് കത്തി കയറ്റുകയും ചെയ്തു. ജോർജ് മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി ദേവരാജൻ തെറ്റിപ്പോയിരുന്നു. അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. സീരിയസ് ആയിട്ട് ഹോസ്പിറ്റൽ തന്നെയായിരുന്നു. കാര്യങ്ങൾ അറിഞ്ഞിട്ട് മാർക്കോയോ അവിടേക്ക് എത്തി. ഏൽപ്പിച്ച പണി പൂർത്തിയാക്കാത്തത് കാരണം ടോണിക്ക് ദേവരാജനോട് ആകെ ദേഷ്യമായി. അയാൾക്ക് ബോധം തെളിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നും ടോണി പറയുന്നുണ്ട്. വേറെ വഴിയില്ലാതെ മാർക്കോയുടെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ടോണി തന്നെ മാർക്കോയോട് പറയുന്നുണ്ട്, ഇത് ചെയ്തത് ദേവരാജാണെന്ന്. ആ ഗോൾഡ് കൈയടക്കാനുള്ള പ്ലാനിംഗ് മുഴുവൻ അവന്റെയായിരുന്നുവെന്നും അവനാണ് കസ്റ്റംസിന് ഒറ്റിക്കൊടുത്തതെന്നും അത് ജോർജ് കണ്ടുപിടിച്ചത് കൊണ്ടാണ് അവൻ ജോർജിനെ കൊല്ലാൻ ശ്രമിച്ചതെന്നും അയാൾ പറയുന്നു. അതിനുശേഷം അയാൾ തിരിച്ചു വന്ന് ദേവരാജനോട് പറയുന്നുണ്ട്, ഇനി നീ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്നും അണ്ടർഗ്രൗണ്ടിലേക്ക് പോയിക്കൊള്ളാനും. അതിനിടെ പോലീസുകാരനായ സത്യയോട് ഒരു യൂട്യൂബർ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അയാൾ രഹസ്യ ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് അത് യൂട്യൂബിൽ ഇടുകയായിരുന്നു പതിവ്. അങ്ങനെ ഒരു ഫാക്ടറി പരിസരത്ത് ബെറ്റിംഗും മറ്റും നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അയാളാകട്ടെ അവിടുത്തെ കാർ
പാർക്കിംഗിൽ കാർ കൊണ്ടിട്ട ശേഷം അതിലൊരു ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ആ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് അയാൾ ഇപ്പോൾ സത്യയെ കാണിക്കുന്നത്. റസൽ വന്ന വസീമിനെ കൊല്ലുന്നതായിരുന്നു അത്. ആ ദൃശ്യങ്ങൾ കിട്ടിയ സത്യയാകട്ടെ കമ്മീഷണറെ വിളിച്ചിട്ട് ഇതെല്ലാം തന്നെ പറയുന്നുണ്ട്. വസീമിനെ കൊന്നത് റസലാണെങ്കിൽ വിക്ടറിനെ കൊന്നതും റസൽ തന്നെയായിരിക്കാനാണ് ചാൻസ് എന്ന് അയാൾ പറയുന്നു. തൽക്കാലം ഇതിപ്പോ ആരോടും പറയണ്ട, താൻ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് കമ്മീഷണർ അയാളോട് പോകാൻ പറയുന്നു. എന്നാൽ ആ കമ്മീഷണറും റസലിന്റെയും ടോണിയുടെ ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെ ദുറ്റിക്കൊടുക്കുകയും റസലിന്റെ ആൾക്കാർ വന്നിട്ട് ആ പോലീസ് ഓഫീസർ സത്യയും യൂട്യൂബറിനെയും കൊല്ലുകയും ചെയ്തു. ഇവിടെ മാർക്കോയുടെ അടുത്ത് അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന മരിയ എന്ന പെൺകുട്ടി വന്നിട്ട് പറയുന്നുണ്ട്, നീ നല്ല വിഷമത്തിലാണെന്ന് എനിക്കറിയാം, പക്ഷേ ഞാനിവിടെയുള്ള കാര്യം നീ മറന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത്രയും ആൾക്കാരെ നിന്നെ വെറുക്കാൻ ചുറ്റുണ്ടായിട്ടും എന്റെ സ്നേഹം നീ കാണാതെ പോകുന്നു. ഈ റിലേഷൻഷിപ്പ് ഇനി അധികം മുന്നോട്ട് പോകില്ല എന്ന് അവള് പറയുന്നു. എന്നിട്ട് അവരുടെ എൻഗേജ്മെന്റ് റിംഗും അവന് തിരിച്ചു കൊടുത്തിട്ടാണ് അവള് പോകുന്നത്. ഹോസ്പിറ്റലിൽ കിടന്ന ജോർജിന്റെ അടുത്ത് അവരുടെ ഫാമിലി ഡോക്ടർ വന്നിട്ട് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. ആ പോലീസുകാരൻ സത്യം മരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഡോക്ടറിനെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. തന്റെ കൂടെയുള്ള ഓഫീസേഴ്സിനെ പോലും തനിക്ക് വിശ്വാസമില്ല, തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ജോർജിനെ ഈ വീഡിയോ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി അവരുടെ ഫാമിലി ഡോക്ടറിന് ആ വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. സത്യം മരിച്ച സ്ഥിതിക്ക് ആ ഫാമിലി ഡോക്ടർ ജോർജിനെ ആ വീഡിയോ കാണിക്കുന്നു. അതിലൂടെ അയാൾ മനസ്സിലാക്കുന്നുണ്ട് വസീമിനെ കൊന്നതും വിക്ടറിനെ കൊന്നതും റസൽ തന്നെയാണെന്ന്. പെട്ടെന്ന് തന്നെ അയാൾ മാർക്കോയെ വിളിച്ച് പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ. മാർക്കോ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൗഡ് സ്പീക്കറിലായിരുന്നു സംസാരിക്കുന്നത്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ മാർക്കോയുടെ കൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന റസലും കേട്ടു. മാർക്കോ റസലിനെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ റസൽ മാർക്കോയെ അറ്റാക്ക് ചെയ്യുന്നു. പിന്നീട് വലിയൊരു ഫൈറ്റ് തന്നെയാണ് അവിടെ നടക്കുന്നത്. മാർക്കോയുടെ കൂടെ ഉണ്ടായിരുന്ന ഉറ്റ സുഹൃത്ത് അൻവറിന്റെ കൈയും അവര് വെട്ടി. എന്നാൽ മാർക്കോ തിരിച്ച് വലിയ രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നു. ഓരോരുത്തരെയും അതിക്രൂരമായിട്ട് മാർക്കോ കൊന്നൊടുക്കി. അവസാനം റസലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവന്റെ കഴുത്തിൽ കത്തിവെക്കുന്ന സമയത്ത് മാർക്കോയ്ക്ക് ടോണിയുടെ കോള് വരുന്നു. തന്റെ മകന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിന്റെ അനിയൻ വിക്ടറിന്റെ കുഞ്ഞിനെയും ഞാൻ കൊല്ലുമെന്ന് പറയുന്നു. അപ്പോഴാണ് ആ ഒരു കാര്യം മാർക്കോ അറിയുന്നത് തന്നെ. വിക്ടറിന്റെ ഗേൾഫ്രണ്ട് ഇഷ പ്രഗ്നന്റ് ആയിരുന്നു. അവളെ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ തിരിച്ചു കിട്ടണമെങ്കിൽ ആദ്യം എന്റെ മകനെ നീ വെറുതെ വിടണം. മാത്രമല്ല നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം തന്നെ ഞങ്ങൾക്ക് തരികയും വേണം. വിക്ടറിന്റെ കുഞ്ഞിനും ഇഷയ്ക്ക് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് മാർക്കോ തൽക്കാലം റസലിനെ വെറുതെ വിട്ടു. വീട്ടിലെത്തി ജോർജിനോട് കാര്യങ്ങൾ പറയുന്നു. എന്നാൽ ഇഷയ്ക്ക് വേണ്ടിയിട്ട് ആ സ്വത്തുക്കളൊന്നും വിട്ടുകൊടുക്കാൻ ജോർജിന്റെ സഹോദരി നാൻസിക്ക് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ എന്ത് വില കൊടുത്തും വിക്ടറിന്റെ പെണ്ണിനെ രക്ഷിക്കണമെന്ന് ജോർജ് മാർക്കോയോട് പറയുന്നുണ്ട്. അതിനുശേഷം മാർക്കോ ആകട്ടെ മരിയെ കാണാനും പോകുന്നു. താൻ കാരണം അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ള പേടി അവനുണ്ടായിരുന്നു. ഞാനുള്ളിടത്തോളം കാലം നിന്നെ ആരും തൊടില്ല എന്ന വാക്കും അവൾക്ക് കൊടുക്കുന്നു. നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇല്ല എന്നും വെറുതെ എന്നെ ഫോളോ ചെയ്യണ്ടെന്നും അവൾ പറയുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയ മാർക്കോ പിന്നീട് പോകുന്നത് ദേവരാജിനെ തേടിയായിരുന്നു. അണ്ടർഗ്രൗണ്ടിലേക്ക് പോയ ദേവരാജിനെ അവൻ കൈയോടെ പൊക്കുന്നു. ടോണി ഇഷയെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ദേവരാജിനോട് മാർക്കോ ചോദിക്കുന്നുണ്ട്. തനിക്കതറിയില്ല എന്ന് ദേവരാജ് പറയുന്നുണ്ട്. എന്നാൽ അവനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടെയ്നറിനുള്ളിൽ അവനെ ഇരുത്തിയ ശേഷം അതിൽ ബോംബ് വെക്കുകയാണ് മാർക്കോ. താൻ ഈ കണ്ടെയ്നറിൽ നിന്ന് പുറത്ത് കടക്കുന്ന നിമിഷം ഇത് ബ്ലാസ്റ്റ് ആകുമെന്ന് പറയുന്നു. എന്നിട്ട് മാർക്കോ അവിടെ നിന്നും തിരിച്ചിറങ്ങാൻ തുടങ്ങി. മരണഭയത്തിൽ ദേവരാജ് പറയുന്നുണ്ട് ഇഷ ടോണി ചായന്റെ കൊച്ചി ഫോർട്ട് ഗസ്റ്റ് ഹൌസിലാണുള്ളതെന്ന്. എന്നാൽ സത്യം അവൻ പറഞ്ഞ സ്ഥിതിക്ക് പോലും മാർക്കോ അവനെ വെറുതെ വിടുന്നുണ്ടായിരുന്നില്ല. ആ ബോംബ് വെച്ച് തകർത്ത് അവനെ അത് ക്രൂരമായിട്ട് കൊന്നിട്ടാണ് മാർക്കോ അവിടെ നിന്നും പോകുന്നത്. ഗസ്റ്റ് ഹൌസിലെത്തി അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടകളെല്ലാം അടിച്ചൊതുക്കിയ ശേഷം മാർക്കോ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ അത് ശരിക്കും ഇഷയായിരുന്നില്ല. അത് ടോണിയുടെ അടുത്ത ട്രാപ്പായിരുന്നു. അതുകൊണ്ട് നീ ഓവർ സ്മാർട്ട് ആകാൻ നോക്കാതെ പറഞ്ഞ പോലെ സ്വത്തുക്കളെല്ലാം ഞങ്ങൾക്ക് തരാനാണ് ടോണി പറയുന്നത്. എന്നാൽ മാത്രമേ ഇഷയെ വിട്ടുകിട്ടൂ. വേറെ വഴിയില്ലാതെ മാർക്കോ വീണ്ടും ടോണി പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു. അങ്ങനെ അവർ പറഞ്ഞ സ്ഥലത്തേക്ക് ഇഷയെ റസൽ കൂട്ടിക്കൊണ്ടുവരികയും ഒരു പെട്ടിയുമായിട്ട് മാർക്കോ അവിടേക്ക് പോവുകയും ചെയ്യുന്നു. മാർക്കോയുടെ കയ്യിൽ നിന്ന് പെട്ടി വാങ്ങി നോക്കിയ റസലും കൂട്ടരും ഞെട്ടിപ്പോയി. അതിനുള്ളിലുണ്ടായിരുന്നത് ഒരു കൈയായിരുന്നു. നേരത്തെ ടോണിയെ കണ്ടുമുട്ടിയ ശേഷം മാർക്കോ അവിടെ നിന്നും തിരിച്ചു പോകുന്നതിന് മുമ്പ് അയാളെ തടങ്കലിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിന്റെ അപ്പനെ നിനക്ക് ജീവനോടെ കാണണമെങ്കിൽ ഇഷയെ വിട്ടുതരാനാണ് മാർക്കോ പറയുന്നത്. വേറെ വഴിയില്ലാതെ റസൽ ഇഷയെ വിട്ടുകൊടുക്കുന്നു. അത് കഴിയുമ്പോൾ ടോണി എവിടെയാണെന്നുള്ള കാര്യവും മാർക്കോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ടോണിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് സമയത്ത് റസൽ അവിടെ എത്തിയെങ്കിലും വാതിൽ തുറക്കാൻ തുടങ്ങിയ റസലിനെ ടോണി കണ്ണു കാണിക്കുന്നു. അയാളുടെ വാ മൂടിക്കെട്ടിയിരുന്നു. തലയ്ക്ക് മുകളിലായിട്ട് കുറച്ച് ആസിഡും സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ആരെങ്കിലും വാതിൽ തുറന്നു കഴിഞ്ഞാൽ ആ ആസിഡ് അയാളുടെ തലയിലേക്ക് വീണ് അയാൾ തൽക്ഷണം മരിക്കും. ഇത് മനസ്സിലാക്കി റസലാകട്ടെ വാതിൽ തുറക്കാതെ ജനല് വഴി അകത്തേക്ക് കടന്നിട്ട് വളരെ ശ്രദ്ധിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആസിഡ് അവിടെ നിന്ന് മാറ്റുന്നു. എന്നിട്ട് പതിയെ ടോണിയുടെ കയ്യിലെ കെട്ടുകളെല്ലാം തന്നെ അഴിക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത് ടോണി ഇരിക്കുന്ന കസേരയുടെ അടിയിൽ ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അടുത്ത ക്ഷണം തന്നെ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. റസൽ ഉൾപ്പെടെ എല്ലാവരും പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടി. തന്നെ ഇങ്ങനെ ഇട്ടിട്ട് പോകരുതെന്ന് പറഞ്ഞിട്ട് ടോണി ചാടി എഴുന്നേറ്റതും ആ ബോംബ് പൊട്ടുകയും അയാളുടെ ശരീരം ചിതറിപ്പോവുകയും ചെയ്തു. അവിടെ നിന്നും ഇഷയും കൂട്ടി വീട്ടിലെത്തിയ മാർക്കോയോട് ജോർജ് പറയുന്നുണ്ട് പകരം വീട്ടാൻ റസലും കൂട്ടരും എന്തായാലും വരാതിരിക്കില്ല. അതുകൊണ്ട് നീ തൽക്കാലം ഇഷയും കൊണ്ട് ഇവിടെ നിന്ന് മാറണം. നിങ്ങളുടെ സഹായത്തിന് ഞാൻ മരിയയും വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ മൂന്നുപേരും ഇവിടെ നിന്ന് മാറി നിൽക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർക്കാം. എന്നാൽ മാർക്കോ അതിന് സമ്മതിക്കുന്നില്ല. എന്താണെങ്കിലും നമ്മൾ ഇവിടെ തന്നെ നിന്ന് എല്ലാ പ്രശ്നങ്ങളെ ഒരുമിച്ച് നേരിടുമെന്നാണ് അവൻ പറയുന്നത്. അതുകൊണ്ട് തൽക്കാലം എല്ലാവരും ആ വീട്ടിൽ തന്നെ തുടരുന്നു. അതിനുശേഷം ഇതിനെല്ലാം തുടക്കം വെച്ച താരീഖിനെ ജോർജ് കാണുകയും അയാളെ ആദ്യം കൊല്ലുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ടോണി മരിച്ച ദുഃഖത്തില് റസൽ നേരെ പോകുന്നത് തന്റെ സഹോദരനായ സൈറസിന്റെ അടുത്തേക്കാണ്. റസലിന്റെ ഹാഫ് ബ്രദർ ആയിരുന്നു സൈറസ്. ഇവിടെ ഇഷ വന്ന് മാർക്കോയെ കണ്ടിട്ട് പറയുന്നുണ്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും മാർക്കോയുടെ നമ്പറിലേക്ക് വിളിക്കാനാ വിക്ടർ എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. വിക്ടർ നിനക്ക് വേണ്ടി
തരാൻ ഒരു സമ്മാനം സൂക്ഷിച്ചു വെച്ചിരുന്നു. മാർക്കോയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയ പെർഫ്യൂം ആയിരുന്നു അത്. ഇവിടെ റസലിന്റെ സഹോദരൻ സൈറസ് ആകട്ടെ അതിക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു. ആൾക്കാരെ വെട്ടിനുറുക്ക് കൊല്ലാൻ പോലും ഒരു മടിയുമില്ലാത്തവൻ. ടോണിയെ കൊന്നത് മാർക്കോ ആണെന്ന് അറിയുമ്പോൾ സൈറസ് ചോദിക്കുന്നുണ്ട് അവന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ വീട്ടിലുള്ള ഓരോരുത്തരുടെയും പേര് റസൽ പറയുന്നു. അതേസമയം മാർക്കോയുടെ വീട്ടിലുണ്ടായിരുന്ന ഇഷിക്ക് പെയിൻ ആരംഭിക്കാൻ തുടങ്ങി. അവർക്ക് ആർക്കും തന്നെ ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം വീടിന് പുറത്തു പോകുന്നത് അപകടം തന്നെയാണ്. അതുകൊണ്ട് ഡോക്ടേഴ്സിനെ എല്ലാം തന്നെ ഇവിടേക്ക് അവർ വിളിക്കുന്നു. ഡെലിവറിക്കുള്ള എല്ലാ അറേഞ്ച്മെന്റും അവർ അവിടെ തന്നെ സെറ്റാക്കുന്നു. എന്നാൽ കറക്റ്റ് ആ സമയത്ത് ആ വീട്ടിലെ കറണ്ട് പോവുകയും അവിടെ റസലിന്റെയും സൈറസിന്റെയും ആൾക്കാർ ഉൾപ്പെടെ എല്ലാവരും അകത്തേക്ക് കടക്കുകയും ചെയ്തു. അപകടം മനസ്സിലാക്കിയ ജോർജ് മാർക്കോയോട് പറയുന്നുണ്ട് എന്തൊക്കെ വന്നാലും ഇഷിക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ വീട്ടിൽ കയറിയ ആൾക്കാരെ എല്ലാം തന്നെ ജോർജ് നേരിടാൻ പോയി. അയാൾക്കും ഒരുപാട് പരിക്കുകൾ പറ്റിയിരുന്നു. സൈറസിന്റെ ആൾക്കാരെല്ലാം തന്നെ വീടിന് ചുറ്റും നിന്നുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ ആരംഭിച്ചു. ഉള്ളിലുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും എല്ലാം തന്നെ പേടിച്ചു വരച്ചു. അകത്ത് കയറിയ ആൾക്കാരോടെല്ലാം തന്നെ മാർക്കോയും ജോർജും ഫൈറ്റ് ചെയ്യുകയായിരുന്നു. രണ്ടുപേർക്കും നല്ല രീതിയിൽ പരിക്കുപറ്റി. ജോർജ് ശരിക്കും അവശനിലയിലായി. സൈറസ് മാർക്കോയും കത്തിക്കൊണ്ട് കുത്തുന്നു. കുടുംബക്കാരെ രക്ഷിക്കാൻ മാർക്കോ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സൈറസിന്റെ കയ്യിൽ നിന്ന് ആരും തന്നെ രക്ഷപ്പെട്ടില്ല. കുട്ടികളെന്നോ സ്ത്രീകളെന്നോ ഇല്ലാതെ അയാൾ ഓരോരുത്തരെയും അതിക്രൂരമായി കൊന്നൊടുക്കി. അവസാനം ഇഷിയുടെ അടുത്തേക്ക് വന്ന അയാളാകട്ടെ പ്രസവവേദനയിൽ നിലവിളിച്ചുകൊണ്ടിരുന്ന ഇഷിയുടെ വയറ്റിലേക്ക് ആഞ്ഞു തള്ളുകയും അവളുടെ കുഞ്ഞിനെ ഒറ്റ സ്ട്രെച്ചിന് പുറത്തെടുക്കുകയും ചെയ്തു. എന്നിട്ട് അയാൾ ഇഷിയെയും കൊന്നുകളഞ്ഞു. മാർക്കോയുടെ കാമുകിയും അയാൾ കൊന്നു. ആ വീട്ടിൽ ആകെ കുറച്ചെങ്കിലും ജീവൻ ബാക്കിയുണ്ടായിരുന്നത് മാർക്കോയ്ക്ക് മാത്രമായിരുന്നു. സൈറസ് മാർക്കോയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടപ്പെട്ടിട്ട് നിന്നെ മാത്രം ബാക്കി വെക്കുന്നതിന്റെ വേദനയേക്കാൾ വലിയൊരു വേദന ഉണ്ടാകില്ല എന്ന്. എന്നിട്ട് നവജാത ശിശുവിനെ എടുത്തുകൊണ്ട് അയാൾ അവിടെ നിന്നും പോയി. പക്ഷേ വിക്ടറിന്റെ നായയാകട്ടെ ആ വണ്ടി ഫോളോ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ആ നായ തിരിച്ച് മാർക്കോയുടെ അടുത്തേക്ക് തന്നെ വരുന്നു. കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടപ്പെട്ട ദുഃഖത്തില് മാർക്കോ പകരം വീട്ടാൻ ഇറങ്ങിയാണ്. അയാൾ ആ നായയുടെ പിറകെ ഇവരുള്ള ആ ഫാക്ടറിയിലേക്ക് തിരിച്ചെത്തുന്നു. അവിടെ എത്തി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുമായിട്ടും മാർക്കോ ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു. ആരൊക്കെ വിചാരിച്ചിട്ടും മാർക്കോയെ കൊല്ലാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും മാർക്കോ കൊന്നൊടുക്കി. അവസാനം തന്നെ അവൻ കൊല്ലുമെന്ന് മനസ്സിലാക്കിയ സൈറസ് ആകട്ടെ ആ കുഞ്ഞിനെ എടുത്തിട്ട് ആസിഡിലേക്ക് ഇടുമെന്ന് പറഞ്ഞിട്ട് അവനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. പക്ഷേ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് തന്നെ മാർക്കോ സൈറസിന്റെ തലയിറക്കുകയും ആ കുഞ്ഞിനെ രക്ഷിക്കുകയും ചെയ്തു. കുഞ്ഞിനെ തന്റെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ മാർക്കോ താൻ വിക്ടറിന്റെ കൂടെയുള്ള നിമിഷത്തെ പറ്റി ആലോചിക്കുന്നുണ്ട്. വിക്ടറിന്റെ കണ്ണെന്തെങ്കിലും ശരിയായി കഴിഞ്ഞാൽ നീ ആദ്യം എന്നെ കണ്ടാ മതി എന്ന് വിക്ടറിനോട് മാർക്കോ പറയാറുണ്ടായിരുന്നു. അങ്ങനെ ആ കുഞ്ഞിനെയും നായും കൂട്ടി അവിടെ നിന്ന് തിരിച്ചു പോകുന്ന മാർക്കോയെ കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.